ഇന്ന് രാവിലെ എഴുന്നിട്ടും ഭയങ്കരമായ ബോർ. അപ്പൊ ഈ ബോറ് മാറ്റാൻ എവിടെയെങ്കിലും പോയാലോ എന്ന് ആലോചിച്ചു. ഞാൻ ആലോചിച്ചപ്പോഴാണ് രാജാത്തോട്ടം പോയാലോ ആഗ്രഹം. പിന്നെ നിയാസിക്കയുടെ വീട്ടിൽ വന്ന് ഇപ്പൊ നിയാസിക്കടുത്ത് കാര്യം പറഞ്ഞു. ഇപ്പൊ നിയാസിക്ക് ഒരു ചായയൊക്കെ ആയിട്ട് വന്ന് ചായ കുടിച്ച് നമ്മൾ നൈസായിട്ട് വിട്ടു. അപ്പൊ നമ്മൾ പോകുന്നത് കൊട്ടാരക്കര റൂട്ടാണ്. കൊട്ടാരക്കര പുനലൂർ ആര്യങ്കാവ് റൂട്ട്, തെന്മല റൂട്ട്. അപ്പൊ ആ റൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ്. അതായത് ഈ പുനലൂർ അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റോഡൊക്കെ ഒരു രക്ഷയില്ലാത്ത റോഡാണ്. നല്ല ആംബിയൻസ് ഉള്ള റോഡാണ്, നല്ല വൈബാണ്. അപ്പൊ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് അങ്ങനെ വണ്ടി ഓടിച്ച് നല്ല ക്ലൈമറ്റ് വരുന്നത്, നല്ല തണുത്തൊരു അന്തരീക്ഷം. നമ്മൾ ഈ വഴി പോകുമ്പോൾ ഒരു പാലം കാണാം. അതായത് ഒരു ബ്രിട്ടീഷുകാർ പണിത് 1903 ബ്രിട്ടീഷുകാർ പണിതൊരു പാലമാണ്. അപ്പൊ ഇത് കണ്ട് ആസ്വദിക്കേണ്ടവർക്ക് കുറച്ച് നേരം അത് കണ്ട് ആസ്വദിച്ചിട്ട് പോവാം. അങ്ങനെ നമ്മൾ രാജാത്തോട്ടത്തിലേക്കുള്ള തിരിയാനുള്ള റോഡെത്തി. കൊല്ലം സൈഡിൽ വരുമ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് വഴി. അങ്ങനെ നമ്മൾ അകത്തോട്ടുള്ള റോഡ് കയറി കൊണ്ട് പോയപ്പോഴത്തേക്ക് കുഴപ്പമൊന്നുമില്ല. ആദ്യമേ അത്യാവശ്യം നല്ല റോഡായിരുന്നു, കുഴപ്പമൊന്നുമില്ല, നൈസ് റോഡായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും വളരെ മോശമായിട്ടുള്ള റോഡാണ്. ആകെ റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. നമ്മൾ വിചാരിച്ചു നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. കഴിഞ്ഞ വർഷം നമ്മൾ വന്നപ്പോഴത്തേക്കും ഇവിടെ വലുതായിട്ട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളായിരുന്നു. ഈ പ്രാവശ്യം വന്നപ്പോഴേക്കും അത്യാവശ്യം ആൾക്കാരൊക്കെ അറിഞ്ഞു വരുന്നുണ്ട്. കൂടുതൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വണ്ടിയാണ് കൂടുതൽ. പിന്നെ എടുത്തു പറയുകയാണെന്ന് വെച്ചാൽ ഈ വഴി KSRTC ബസ് സർവീസ് ഉള്ളതാണ്. പിന്നെ ഈ ബൈക്കിലൊക്കെ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് KSRTC ബസ്സിൽ കയറി വരാൻ കുഴപ്പമൊന്നുമില്ല. ഇതൊരു മെയിൻ പോയിന്റ് ആണ്. അതായത് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയ രാജാത്തോട്ടം, റൈറ്റിലേക്ക് റോസ്മല. റോസ്മലയിലേക്കാണ് KSRTC ബസ് സർവീസ് ഉള്ളത്. അങ്ങനെ ഇതാണ് രാജാത്തോട്ടത്തിന്റെ മെയിൻ എൻട്രൻസ്. പിന്നെ ഇവിടെ വരുന്നവർ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ ഒരു ബോർഡ് ഉണ്ട്. അത് വായിച്ചിട്ട് മാത്രം മുകളിലേക്ക് കയറുക, സ്വന്തം റിസ്കിൽ മാത്രം കയറുക. പിന്നെ ഇതിൽ നല്ല അട്ടശല്യം ഉണ്ട്. അപ്പോൾ നമ്മൾ അട്ടയെ പ്രതിരോധിക്കാൻ വേണ്ടി എന്തെങ്കിലും കൈ കരുതുക, ഉപ്പോ സാനിറ്റൈസറോ എന്തെങ്കിലും കൈ കരുതുക. പിന്നെ ഒരു കാൽഭാഗം കൊണ്ട് കയറി കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു പാറയുണ്ട്. പാറയെ താഴ്ത്തു നോക്കി നല്ല വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയൊരു കാര്യമില്ല, അത്യാവശ്യം നല്ല ട്രക്കിംഗ് ഉണ്ട്. പിന്നെ ഈ ഫിസിക്കൊക്കെ ഓക്കെ ആയിട്ടുള്ളവർ മാത്രം വരിക. ഈ എന്തെങ്കിലും ഹാർട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളവരൊന്നും മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മൾ മുകളിലേക്ക് കയറുന്നവർ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളും ആണ്. ലൈഫിൽ ഒരിക്കലെങ്കിലും ഈ ഒരു സ്ഥലം എക്സ്പീരിയൻസ് ചെയ്യുക. നല്ല അടിപൊളി പ്ലേസ് ആണ്. പിന്നെ വേറൊരു കോമഡി എന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടത്തിലുള്ള നിയാസിക്കയുടെ വഴിയും തെറ്റിപ്പോയിരുന്നു. പിന്നെ അവസാനം നിയാസിക്ക ഞാൻ പോയി വിളിച്ച് നിയാസിക്ക കൂടെ വന്നു. അങ്ങനെ വീണ്ടും നമ്മൾ മുകളിലേക്കുള്ള ട്രക്കിംഗ് തുടങ്ങി. അതേ പറഞ്ഞാൽ ഇതിനകത്തോട്ട് കാണുമ്പോൾ ഭയങ്കര സുഖമാണ്. പക്ഷേ നമ്മൾ കയറി വരുന്നുണ്ടല്ലോ, കൊടുക്കുന്ന ടാസ്ക്. ഈ ഒരു സാധനം നിയാസിന് വീട്ടിൽ നിന്ന് തോന്നുന്നു. ഈ സാധനം കുടിച്ചോണ്ടാണ് ഇപ്പൊ ചെറിയൊരു എനർജി കിട്ടുന്നത്. നമ്മൾ പതുക്കെ കുടിക്കുക. ഒരു കവള് കൊണ്ടിട്ട് തീർന്നു ചെയ്യും പെട്ടെന്ന്. പിന്നെ നമ്മളങ്ങനെ കയറി മുക്കാ ഭാഗം എത്തിയപ്പോഴത്തേക്കും നല്ല അടിപൊളി കാറ്റും അടിപൊളി വ്യൂ ആണ്. ബാക്കിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്, അടിപൊളിയാണ്. അങ്ങനെ അവസാനം ഇതിന്റെ മുകളിൽ നമ്മളങ്ങനെ എത്തി. ഇതാണ് ഇതിന്റെ മുകളിൽ നിൽക്കുമ്പോൾ ഉള്ള വ്യൂ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അതായത് രക്ഷയില്ലെന്ന് പറഞ്ഞാൽ രക്ഷയില്ല, സൂപ്പർ വ്യൂ ആണ്. നിങ്ങൾ ലൈഫിൽ ഒരു തവണയെങ്കിലും ഇവിടെ വരിക. അതായത് കൊല്ലക്കാരുടെ പ്രത്യേക ശ്രദ്ധിക്കുക. അതായത് കൊല്ലംകാരിവിടെ വരാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് എന്തായാലും ആസ്വദിക്കുക. പിന്നെ ഇവിടുന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തെങ്കാശി, ചെങ്കോട്ട ഇതെല്ലാം കാണാൻ പറ്റും. നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ നമുക്ക് കുറച്ച് തെങ്കാശിയിലുള്ള കുറച്ച് പിള്ളേരുടെ കമ്പനി ആയി, നല്ല അടിപൊളി വൈബുള്ള പിള്ളേരാണ്. പിന്നെ ഇതിന്റെ സൈഡിൽ ഒരു പാറയുണ്ട്. ഈ സൈഡിലുള്ള പാറയിൽ ആരും അങ്ങനെ കയറാതിരിക്കാൻ നോക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ രക്ഷയില്ല, ഒരു പൊടി പോലും കിട്ടത്തില്ല. അപ്പോൾ നമ്മളിത് കയറിയെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. അപ്പം താഴെ നമ്മളൊരു ബിരിയാണിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഇവിടെ കഴിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു വൈബിൽ നമ്മൾ ചെയ്തതാണ്. ഇതിപ്പോൾ ആരും ഇതിന്റെ മുകളിൽ കയറാതിരിക്കുക. ഈ പാറയുടെ മുകളിൽ നോക്കുന്നുണ്ടോ അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ല. നമ്മൾ പല ആംഗിളിൽ നോക്കിയാലും ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. പിന്നെ ഈ വ്യൂവും കാര്യങ്ങളും എല്ലാം ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ടൈം പോയി അറിഞ്ഞില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരുപാട് നേരം ഇരിക്കാൻ പറ്റത്തില്ല, വന്യജീവികളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നതാണ്. അങ്ങനെ നമ്മൾ അവസാനം ഇവിടുന്ന് മലയിറങ്ങി.